നമസ്കാരം. കേരളത്തിൽ പുതിയ UDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ വിവാദ ഇടപാടുകളിലെ തുടർ നടപടികളിലേക്കാണ്. അധികാരമേറ്റാൽ ഉടൻ UDF സർക്കാർ ആദ്യം കൈവെക്കുക കിഫ്ബിയും മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഫയലുകളായിരിക്കുമെന്നാണ് സൂചന. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ലിസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ വിശദമായ വിജിലൻസ് അന്വേഷണത്തിനോ പ്രത്യേക അന്വേഷണ സംഘത്തിനോ പുതിയ സർക്കാർ രൂപം നൽകിയേക്കും. മസാല ബോണ്ട് ഇടപാടിലെ സൂത്രധാരൻ എന്ന് UDF വിശേഷിപ്പിക്കുന്ന മുൻ ചീഫ് സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായിരുന്ന KM എബ്രഹാമിനെതിരെ അന്വേഷണം ഉണ്ടാകുമെന്നതാണ് ഏറ്റവും നിർണായകമായ നീക്കം. കിഫ്ബിയുടെ എല്ലാമായിരുന്ന എബ്രഹാമിന്റെ ഇടപെടലുകൾ വഴി വിദേശ ഏജൻസികൾക്ക് കേരളത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങൾ പണയപ്പെടുത്തിയെന്നാണ് പുതിയ സർക്കാർ പരിശോധിക്കുക. ഇതോടൊപ്പം മുതിർന്ന IAS ഉദ്യോഗസ്ഥയായ സഞ്ജീവ് കൗശിക്കിന്റെ പങ്കും അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് സൂചന. എന്നാൽ സന്ദീപ് കൗശിക്കിന് ഇതുമായി ബന്ധമില്ലെന്ന വാദവും സജീവമാണ്. ഏതായാലും വിശദ അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് വ്യക്തമാകൂ. ആരോപണങ്ങൾ സഞ്ജീവ് കൗശിക്ക് നിഷേധിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ കടബാധ്യതകൾ വലിയ ചർച്ചയാകുമ്പോൾ മസാല ബോണ്ടിലെ ഉയർന്ന പലിശ നിരക്കും കമ്മീഷൻ ഇടപാടുകളും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ UDF ആയുധമാക്കും. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ അധികാരത്തിലേക്ക് എത്തുമ്പോൾ കേവലം രാഷ്ട്രീയ പ്രസംഗങ്ങളല്ലെന്ന് തെളിയിക്കേണ്ടത് UDFന്റെ ബാധ്യതയാണ്. ഇതിന്റെ ഭാഗമായാണ് ഉന്നത ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനുമെതിരെ നീങ്ങാൻ മുന്നണി തയ്യാറെടുക്കുന്നത്. KM എബ്രഹാമിന് കീഴിൽ കിഫ്ബിയുടെ ഭാഗമായി സഞ്ജീവ് കൗശിക്കും പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് സഞ്ജീവ് കൗശിക്കിനെ സംശയമുന്നിയിൽ UDF നിർത്താൻ കാരണം. വിശദ പരിശോധനകളിലൂടെ മാത്രമേ സഞ്ജീവ് കൗശിന്റെ ഇടപെടലുണ്ടോ എന്നതിൽ വ്യക്തത വരൂ. മസാല ബോണ്ടിന് പുറമെ പിണറായി ഭരണത്തിന് കീഴിൽ നടന്ന 22ഓളം പ്രധാന അഴിമതി ആരോപണങ്ങൾ പുതിയ സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. K-ഫോൺ, AI ക്യാമറ ഇടപാടുകൾ, മാസപ്പടി വിവാദം, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് തുടങ്ങിയവ ഇതിൽ പ്രധാനമാണ്. ഭരണ തുടർച്ചയുടെ തണലിൽ മുൻ സർക്കാർ മൂടിവെച്ച ഫയലുകൾ ഓരോന്നായി പൊടിതട്ടിയെടുക്കാനാണ് നിയുക്ത മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും തീരുമാനം. ഇത് CPI നേതൃത്വത്തെയും മുൻ മന്ത്രിമാരെയും സംശയനിഴലിലാക്കും. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലും പുനരന്വേഷണം ഉണ്ടായേക്കും. മുൻ ഭരണകൂടം സംരക്ഷിച്ച പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അന്വേഷണത്തിലെ പാകപ്പിഴകൾ പരിഹരിക്കുകയും ചെയ്യുക എന്നത് പുതിയ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുന്നത് വഴി സർക്കാരിന്റെ ക്ലീൻ ഇമേജ് തുടക്കത്തിലെ സ്ഥാപിച്ചെടുക്കാമെന്ന് UDF കണക്കുകൂട്ടുന്നു. വിജിലൻസ് അന്വേഷണമോ അതോ കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെയുള്ള വിപുലമായ അന്വേഷണമോ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡുമായും നിയമവിദഗ്ധരുമായും ചർച്ചകൾ നടക്കുന്നുണ്ട്. മസാല ബോണ്ടിലെ വിദേശ വിനിമയ ചട്ടലംഘനങ്ങൾ ഇതിനകം തന്നെ ED അന്വേഷിക്കുന്നുണ്ടെങ്കിലും അതിലെ അഴിമതി വശങ്ങൾ സംസ്ഥാന വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് നീക്കം. ഉന്നതരായ IAS ഉദ്യോഗസ്ഥർ പ്രതിക്കൂട്ടിലാകുന്നത് സിവിൽ സർവീസിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തരായിരുന്ന ഉദ്യോഗസ്ഥരെ പ്രധാന പദവികളിൽ നിന്നും മാറ്റുന്നതിനൊപ്പം അവരുടെ കാലത്തെ സാമ്പത്തിക തീരുമാനങ്ങൾ ഓഡിറ്റിംഗിന് വിധേയമാക്കും. കിഫ്ബിയുടെ ഫണ്ട് വിനിയോഗം, കരാറുകൾ തുടങ്ങിയതിലെ സുതാര്യത എന്നിവ പരിശോധിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചേക്കും. ഇത് കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട അധ്യായങ്ങൾ തുറന്നു കാട്ടുമെന്നാണ് UDF നേതൃത്വം അവകാശപ്പെടുന്നത്.